ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മുത്തശ്ശൻ ദേവയാനോടും ജയനോടും ഒക്കെ ആയിട്ട് കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചോദിക്കുകയാണ്. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് അസുഖമായിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇത്രയും കാലം എന്നോട് ഒന്നും പറയാതിരുന്നത് എന്ന് എനിക്കറിയാം. പക്ഷേ ഓണത്തിന് ശേഷം എനിക്ക് അസുഖമില്ല എന്ന് അറിഞ്ഞല്ലോ, അപ്പോഴെങ്കിലും തുറന്നു പറയാൻ പാടില്ലായിരുന്നോ പലതും? അങ്ങനെ മറച്ചു വെക്കുന്ന സ്വഭാവം നല്ലതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അച്ഛൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നിങ്ങനെ ചോദിക്കും ജയൻ. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെ മുത്തശ്ശൻ പറയാണ്, ദേവയാനി പാല് കുടിച്ചതിന് ശേഷമാണ് വയ്യാതായി ഇങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലാകുന്നതും അവളുടെ കരൾ പോകുന്നതും. അതിനുശേഷം നയനമോൾ ഇങ്ങനെ കരൾ കൊടുത്തു. അത് മോളുടെ കുറ്റബോധം കാരണം ആണ്. കാരണം നയനമോൾ കാച്ചുവെച്ച പാലിൽ നിന്നാണല്ലോ എന്നുള്ളൊരു കുറ്റബോധം കാരണമാണെന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. പക്ഷേ അതല്ല എന്ന് ഞങ്ങളിപ്പോൾ അറിഞ്ഞു. ഇവിടുന്ന് ഇറങ്ങിപ്പോയ അനാമിക മോള് തിരിച്ചു വരുമ്പോൾ കൊടുക്കാനായിട്ട് കുറേ സ്വർണ്ണമൊക്കെ എടുത്ത് വെക്കാൻ തുടങ്ങുമായിരുന്നു ഇവൾ. അപ്പോൾ ആ സ്വർണ്ണം എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനി വന്ന് കുറേ സത്യങ്ങളെല്ലാം അവിടെ വെളിപ്പെടുത്തിയത്. അത് സത്യമാണോ അല്ലയോ എന്നിങ്ങനെ ഇപ്പോൾ നിങ്ങൾ സമ്മതിക്കണം എന്നിങ്ങനെ പറയുവാണ് മുത്തശ്ശൻ. അന്നേരം എല്ലാവരും ഇങ്ങനെ അന്തിച്ച് നോക്കി നിൽക്കുവാണ് കേട്ടോ. അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ദേവയാനി കുടിച്ച പാലിൽ വിഷം കലർത്തിയത് അനാമികയും അവളുടെ അമ്മയും കൂടിയാണോ എന്ന്. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നിങ്ങളിത് ആരെങ്കിലും നേരിട്ട് കണ്ടായിരുന്നോ, അങ്ങനെയാണോ അറിഞ്ഞത് എന്നും ചോദിക്കുന്നുണ്ട്. അന്നേരം നയന പറയുന്നുണ്ട്, അങ്ങനെ നേരിട്ട് കണ്ടതൊന്നുമല്ല. ഒരിക്കൽ അനാമിക അവളുടെ അച്ഛനോട് അമ്മയോട് ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ യാദൃശികമായിട്ടൊന്ന് കേട്ടതാണ്. അത് കഴിഞ്ഞ് അതിനെക്കുറിച്ച് ഞാൻ അവളോട് സംസാരിച്ചപ്പോൾ അവൾ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അറിഞ്ഞത് എന്ന് പറയും. ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ട് അപ്പുറത്ത് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ചലിച്ച് ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. അതുപോലെ അന്നേരം മുത്തശ്ശൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല എന്ന് ചോദിക്കുകയാണ്. അന്നേരം ദേവേനി പറയുന്നുണ്ട്, എന്നെ അറിയിച്ചത് ഇവരാരുമല്ല, അച്ഛനും അമ്മയും പറഞ്ഞിട്ട് ഒരു ദിവസം അവളെ വിളിക്കാനായിട്ട് ഞാൻ അവളുടെ വീട്ടിലോട്ട് പോയിരുന്നു. അന്നേരം അവരിങ്ങനെ അകത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് ഈ സംഭവത്തെക്കുറിച്ച്. അല്ലാതെ എന്നോട് ഇവരാരും ഇങ്ങനെ പറഞ്ഞില്ല. അവരാരും അറിയാതെ തന്നെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോരുമായിരുന്നു. അതിനുശേഷം ആദർശനോട് നയനോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവർ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞാനും അതെല്ലാം അറിഞ്ഞത് എന്നിങ്ങനെ പറയും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരുത്തി എങ്ങനെയാണ് നമ്മളിങ്ങനെ വീട്ടിലോട്ട് ഇങ്ങനെ ഉൾക്കൊള്ളുക, അത് നിങ്ങൾക്ക് എന്നോട് തുറന്ന് പറയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അന്നേരം ഇതെല്ലാം ഇങ്ങനെ കേൾക്കുന്ന ജലജയ്ക്ക് ആകെ ഇങ്ങനെ ടെൻഷൻ ആകുവാണ് കേട്ടോ. ജലജ നേരെ അകത്തോട്ട് പോകുന്നു. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആർക്കൊക്കെ എതിർപ്പുണ്ടെങ്കിലും അനാമിക എന്ന് പറയുന്നവളെ ഈ വീടിനകത്ത് കയറ്റാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇനി ആർക്കെങ്കിലും അവളോട് ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേറേ എന്നിങ്ങനെ മുത്തശ്ശി ഇങ്ങനെ ഉറപ്പിച്ച് പറയുകയാണ് കേട്ടോ. ഏതായാലും ഈ വിവരം ചലിച്ച് ഇങ്ങനെ നേരെ ജാനകിയുടെ അടുത്തോട്ട് പോയി ഇങ്ങനെ അറിയിക്കുന്നുണ്ട്. ജാനകി അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. എൻ്റെ മരുമോൾ അങ്ങനെയൊന്നും ചെയ്യില്ല, അവൾ ഇവിടുന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ഉണ്ടാക്കിയ കഥയാണ് എന്ന് ജാനകി ഇങ്ങനെ പറയും. അന്നേരം അതിങ്ങനെ കേട്ടുകൊണ്ട് നവ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യ പറയും, അതൊരു കഥയല്ല, അതാണ് സത്യം എന്ന് പറയുമ്പോഴേക്കും അതങ്ങനെ സത്യമൊന്നുമല്ല, നിൻ്റെ അവർ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഇനിയിപ്പോൾ ആദർശ് ചെയ്ത തെറ്റ് അഭിയാണ് ചെയ്തത് എന്നുകൂടി അവരിങ്ങനെ പറഞ്ഞ് പരത്തും, നീ നോക്കിക്കോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി പറയാൻ എനിക്കറിയാമെന്ന് കരുതി അനാമിക ചെയ്ത തെറ്റല്ലാതെ ആവുന്നില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കും. അന്നേരത്തേക്കും ചെല്ലച്ച് പറയുന്നുണ്ട്, നീ സൂക്ഷിച്ചോ, ഒരിക്കലും എന്നോട് ഏട്ടത്തി പറയുകയും കൂടി ചെയ്തതാണ് ആദർശ് അങ്ങനെയുള്ള തെറ്റൊന്നും ചെയ്യില്ല, ആ ചന്തുമോൾ കാവ്യയുടെ ഷേപ്പുണ്ട് എന്ന് വരെ, അതുകൊണ്ട് അവർ ആ രീതിയിൽ നിന്നെയും തകർക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി പറയാൻ എനിക്കറിയാം, അവരങ്ങ് വരട്ടെ, അപ്പോൾ ഞാൻ അതിനുള്ള പരിഹാരം കണ്ടോളാം എന്ന് കരുതി ഞാൻ അനാമികയ്ക്ക് സൈഡ് നിൽക്കത്തില്ല, അവളാണ് ആ തെറ്റ് ചെയ്തത് എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങ് പോകും. അന്നേരം ജാനകി ചോദിക്കുന്നുണ്ട്, ഇവളെന്താ ഇങ്ങനെ രണ്ട് വള്ളത്തിൽ നിൽക്കുന്നത്, ഇവളെ ഒന്ന് വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയുമ്പോഴേക്കും ചിലച്ച് പറയുന്നുണ്ട്, എല്ലാത്തിനും ഓന്തിൻ്റെ സ്വഭാവമാണ്, കൂടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് ചതിക്കുന്നതെന്നൊന്നും പറയാനായിട്ട് പറ്റില്ല എന്നിങ്ങനെ ജലജൻ ജാനകിയോടായിട്ട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതിനുശേഷം മുത്തശ്ശൻ ഇതിനെപ്പറ്റി തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഒരു കൊലയാളി മനസ്സുള്ള ഒരു പെണ്ണിനെ ഈ വീട്ടിൽ ഒരിക്കലും നിർത്താനായിട്ട് സാധിക്കില്ല, എന്നിട്ട് നിങ്ങളത് മറച്ചു വെച്ച് എനിക്ക് മനസ്സിലായില്ല, ഇനി മേലെ ഇങ്ങനെ മറച്ചു വെക്കുന്ന സ്വഭാവം നിർത്തിക്കോണം, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ മുത്തശ്ശൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ജാനകി പറയുന്നത്, എൻ്റെ മരുമകൾ അങ്ങനെ ചെയ്യില്ല, അവളെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി ഇവിടെ ഓരോരുത്തരും കഥകൾ മെനയുന്നതാണ് എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇവിടെ ഇപ്പോൾ കേട്ടതല്ല ഒരു കഥയാണ് എന്നാണോ നീ പറയുന്നത്? നയനമോൾ കാച്ചുവെച്ച പാല് കൊടുക്കാൻ ഉദ്ദേശിച്ചത് നവ്യമോൾക്കായിരുന്നു, ചേച്ചിയെ കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ ചേച്ചിയുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ട് നയനമോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലല്ലോ, അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കും. അന്നേരം അവരാരും ഇങ്ങനെ മിണ്ടുന്നില്ലേ. അന്നേരം മുത്തശ്ശൻ പിന്നെയും പറയാണ്, ആ പാലിൽ ആരെങ്കിലും വിഷം കലർത്താതെ അത് കുടിക്കുകയല്ലാതെ കുടിച്ച ദേവേനെ ആശുപത്രിയിലാകില്ലല്ലോ, അപ്പോൾ ആരെങ്കിലും വിഷം കലർത്തിയിട്ടുണ്ട്, അനാമിക അല്ല എന്ന് തന്നെ സമ്മതിക്കുക, എങ്കിൽ പിന്നെ ആരാ അതിനകത്ത് വിഷം കലർത്തിയത്? പിന്നെ വിഷം കലർത്താൻ ചാൻസ് ഉള്ളത് ഇവളുടെ മകനുമാണ് എന്ന് പറയുമ്പോഴേക്കും ടെൻഷൻ ആവും കേട്ടോ ചിലച്ച് പറയും, ഇല്ല ചാ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴേക്ക്, എന്നാൽ പിന്നെ നീയാണോടി എന്ന് ജാനകിയോട് ചോദിക്കും. അന്നേരം പിന്നെ ജാനകിക്കും ഇങ്ങനെ പറയാനായിട്ട് ഉത്തരം ഒന്നുമില്ല കേട്ടോ. അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരും അല്ലെങ്കിൽ പിന്നെ
ആര് വിഷം കലർത്തിയത്, ആരാ വിഷം കലർത്താതെ പാല് ചീത്തയാക്കിയത്, അത് കുടിച്ച ദേവയാനി ഹോസ്പിറ്റലിലാക്കുകയും അതിന് മറുപടി പറയാനിങ്ങനെ പറയുമ്പോൾ അന്നേരം പിന്നെ ഒന്നും പറയാനില്ലാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. അന്നേരത്തേക്കും അങ്ങോട്ടേക്ക് വേണു, രേവതി, അനാമികയും കയറി വരുന്നു. ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ കയറി വരുന്നത്. അന്നേരം ആനി പറയുന്നുണ്ട്, ഓ ഇവിടുന്ന് ഏതാണ്ടൊക്കെ പാരിതോഷികം കിട്ടുമെന്ന് ഓർത്തുള്ള വരവ്, ആ മുഖത്തെ സന്തോഷം നോക്കി എന്നിങ്ങനെ പറയുക. അന്നേരം ഇവിടുന്ന് ഇങ്ങനെ ഒന്നും കൊടുക്കുന്ന കാര്യം അവരോട് ആരും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ അവരെങ്ങനെ സന്തോഷിക്കുന്നത് എന്ന് ജാനകി ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആനി പറയുന്നുണ്ട്, എന്തെങ്കിലും കൊടുത്തേ കേട്ടുള്ളൂ എന്ന് അവർക്കറിയാം, അത് തന്നെ അതിൻ്റെ കാര്യം എന്ന്. എന്തായാലും അടുത്ത് വന്നിങ്ങനെ നിന്നിട്ട് വേണു പിന്നെ ഇങ്ങനെ അനാമിക ഇങ്ങനെ പൊക്കി പറയാണ്, എൻ്റെ മോൾക്ക് ഇങ്ങോട്ട് വരാനായിട്ട് ഒട്ടും താല്പര്യമില്ലായിരുന്നു, പിന്നെ ഇവിടുന്ന് എല്ലാവരും വന്ന് വിളിക്കുമെന്ന് കരുതി ആരും വരാതെ ആയപ്പോഴേക്കും സാറ് വരുമോ എന്നല്ലേ പറഞ്ഞത്, അങ്ങനെ സാറിനെ അപമാനിക്കാനായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ വന്നത്, ഇതിൽ നാണം കെട്ടാലും കുഴപ്പമില്ല എന്നിങ്ങനെ അങ്ങ് കരുതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അന്നേരം മുത്തശ്ശൻ വളരെ കൂളായിട്ട് ഇങ്ങനെ ചോദിക്കും, മോൾക്ക് ഇങ്ങോട്ട് വരാനായിട്ട് താല്പര്യമില്ലെങ്കിൽ താൻ എന്തിനാണ് കൊണ്ടുവന്നത്, അവിടെ നിർത്തിയാൽ പോരായിരുന്നു എന്ന്. അന്നേരം അതെന്താ സാർ അങ്ങനെ പറയുന്നത്, സാറല്ലേ പറഞ്ഞത് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാമെന്ന്, അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് നേരാണ്, പ്രശ്നങ്ങളൊക്കെ പറയണം, അതിനെപ്പറ്റി ചോദിക്കണം, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് ഞാൻ കരുതിയത്, അല്ലെങ്കിൽ ഞാൻ വരണ്ട എന്ന് വിളിച്ച് പറഞ്ഞേനെ. നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളുടെ മോൾക്ക് കൊടുക്കാൻ വേണ്ടി ഇയാൾ കുറച്ച് സ്വർണ്ണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കണ്ടുകൊണ്ട് അങ്ങോട്ട് കയറി വന്ന അനി ഞങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അത് സത്യമാണോ എന്ന് ഞങ്ങൾക്കൊന്ന് അറിയണം എന്നിങ്ങനെ പറയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ദേവയാനിക്ക് വേണ്ടി ദേവയാനി കുടിച്ച പാലിൽ വിഷം കലർത്തിയത് നിങ്ങളാണോ എന്ന് ചോദിക്കും. അന്നേരം അവരിങ്ങനെ അന്തിച്ചിങ്ങനെ നിൽക്കുവാണ് കേട്ടോ, അതിനെപ്പറ്റി ഇങ്ങനെ കൂടുതലൊന്നും പറയുന്നില്ല. അന്നേരം മുത്തശ്ശൻ അങ്ങനെ പിന്നെയും ചോദിക്കും, നിങ്ങൾ സത്യസന്ധരാണ്, നുണ പറയില്ല എന്നാണല്ലോ പറഞ്ഞത്, ഇതിന് പറയാൻ ഉത്തരവില്ലേ, എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കാം, നിങ്ങൾ മോൾക്ക് വേണ്ടി വീട് പണിയാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രോപ്പർട്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ, ആ സ്ഥലത്ത് നമുക്ക് നാളെ തന്നെ വീട് പണി തുടങ്ങാം, ആ സ്ഥലത്തിൻ്റെ പ്രമാണവും കാര്യങ്ങളും ഒക്കെ എന്നെ ഒന്ന് കാണിച്ചാൽ മതി, നമുക്ക് നാളെ തന്നെ തുടങ്ങാം എന്ന് പറയാം. അന്നേരം ഇങ്ങനെ അന്തിച്ച് നിൽക്കുവാണ് കേട്ടോ വേണു. അന്നേരം ഇനിയിപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അഡ്വാൻസ് കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് കാണുമല്ലോ, അത് തന്നാലും മതി എന്നും പറയും. നേരത്തേക്കും ഇങ്ങനെ ആകെ ടെൻഷൻ ഇങ്ങനെ നിൽക്കുക വേണു. എന്നിട്ട് പറയാണ്, അതെ ഞങ്ങൾ വാക്കാൽ കാര്യങ്ങൾ പറഞ്ഞ് അഡ്വാൻസ് കൊടുക്കുകയാണ് ചെയ്തത്, അല്ലാതെ എഗ്രിമെൻറ്റിലൊന്നും ആക്കിയിട്ടില്ല എന്ന് പറയാം. അന്നേരം മുത്തശ്ശൻ പറയും, എനിക്ക് അതൊന്നും സാരമില്ല, ഒരു അമേരിക്കക്കാരൻ്റെ കയ്യിൽ നിന്നല്ലേ വാങ്ങിച്ചത്, അയാളുടെ നമ്പർ എനിക്ക് തന്നാലും മതി എന്നിങ്ങനെ പറയും. നേരത്തേക്ക് നമ്മുടെ രേവതി ചോദിക്കും, ഇതെന്താ സാർ ഞങ്ങളെ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്, അന്നേരം അതേക്കുറിച്ച് കാര്യങ്ങൾ ചോദിക്കണം എന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഇങ്ങനെ വിളിച്ചു വരുത്തിയത്, അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് മുത്തശ്ശൻ പറയാണ്, ദേവയാനിക്കോ കുടിക്കാൻ കൊടുത്ത പാലിൽ വിഷം കലർത്തിയത് നിങ്ങളാണ് എന്നറിഞ്ഞ സ്ഥിതിക്ക് ഇങ്ങനെ ഒരു കൊലയാളി മനസ്സുള്ള ഒരു പെണ്ണിനെ ഈ വീട്ടിൽ നിലനിർത്താൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ മകളെ വിളിച്ചുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് ഇങ്ങനെ പറയുവാണ്. അന്നേരം അങ്ങ് ദേഷ്യം വരുവാണ് കേട്ടോ രേവതിക്ക്. രേവതി ചോദിക്കും, അങ്ങനെ അങ്ങ് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നത്, ഇപ്പോൾ എൻ്റെ മകൾ ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾ പറയുന്നു, അതിലേറെ തെറ്റുകൾ സാറിൻ്റെ കൊച്ചുമക്കൾ ഇവിടെ ചെയ്തിട്ടില്ലേ, ആദർശ് ഒരു പെണ്ണിനെ വഞ്ചിച്ചിട്ടില്ലേ, ആ പെണ്ണിനെ വഞ്ചിച്ച ഒരു കുട്ടിയെ വരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ ഇവൻ ആരാ എന്താ എന്ന് ചെയ്യുന്നത് ഒന്നും സാറിനറിയില്ലല്ലോ, വേറൊരു പെണ്ണിൻ്റെ പുറകെ കറങ്ങി നടക്കുമല്ലേ, അവൻ എന്തൊക്കെ ചോദിക്കും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി ഒരിക്കലും നിങ്ങളുടെ മകളെ ഈ വീടിൻ്റെ മരുമകളായിട്ട് സ്വീകരിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല, അതുകൊണ്ട് തന്നെ ഈ നിൽക്കുന്ന എൻ്റെ കൊച്ചുമകൻ നിങ്ങളുടെ മരുമകനുമല്ല, അതുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം ഇവിടെ തീരുവാണ്, ഇനി അതിനെപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കേണ്ട, നിങ്ങൾ ഇവിടുന്ന് നിങ്ങളുടെ മകളെ വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങണമെന്നിങ്ങനെ പറയുമ്പോഴേക്കപ്പോഴത്തേക്ക് വീണു പറയും, നിങ്ങൾ അങ്ങനെ ജയിച്ചു എന്നൊന്നും കരുതണ്ട, ഈ കാണിച്ചതിന് നിങ്ങളെല്ലാം അനുഭവിക്കും, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അന്നേരം അജയനാണെങ്കിൽ ചോദിക്കും, നീ ആരെയാണ് ഇങ്ങനെ പേടിപ്പിക്കുന്നത്, ഇറങ്ങി പോകാനായിട്ട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കും. നേരെ അനാമിക പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ തോപ്പിച്ചു എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടായിരിക്കും, അത് വേണ്ട, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, വാ അച്ഛാ നമുക്ക് പോകാം എന്നിങ്ങനെ പറയുക. അങ്ങനെ അജയൻ പറയുന്നുണ്ട്, മകളെയും ഭാര്യയും ഈ രീതിയിൽ ആക്കിയത് നീ ഒറ്റ ഒരുത്തനാണ്, അതുകൊണ്ട് ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നീ ആയിരിക്കും നല്ല മേടിക്കുന്നത്, അതുകൊണ്ട് വിളിച്ചുകൊണ്ട് ഇറങ്ങി പോടാ എന്ന് പറയും. ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ട് അവരിങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. പോയി കഴിയുമ്പോഴേക്കും അങ്ങനെ ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ നമ്മുടെ ജാനകിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതിനിടയ്ക്ക് ദേഷ്യം വന്നിട്ട് അനാമിക നയനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോഴേക്കും എന്താടി ഇത്ര സൂക്ഷിച്ച് നോക്കാനായിട്ട്, ഇറങ്ങി പോടി എന്ന് നമ്മുടെ നയനയും പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും അവർ പോയി കഴിയുമ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, എൻ്റെ കൊച്ചുമക്കൾ രണ്ടുപേരും എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഇനി കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആദർശ് ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യുന്നുണ്ട്, നീ വലിയ ത്യാഗം ഒന്നും ചെയ്യുന്നില്ല എങ്കിലും ഒരു കാര്യം പറഞ്ഞേക്കാം, വെറുതെ ആവശ്യമില്ലാതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ ഒരു കാര്യം ഇനി ചെയ്തേക്കരുത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഇല്ല എന്നിങ്ങനെ പറയുന്നു. എന്നിട്ട് സന്തോഷം കൊണ്ട് അനി ഇങ്ങനെ കൈയൊക്കെ കൂപ്പി നിൽക്കുവാണ് കേട്ടോ മുത്തശ്ശൻ്റെ മുന്നിൽ. അത് കഴിഞ്ഞ് ഇനി മേളിലോട്ട് പോരും. അന്ന് കഴിയുമ്പോഴത്തേക്കും ജാനകിയും ജലജയും കൂടി ഇങ്ങനെ പുറകെ വരും. എന്നിട്ട് അനിയോടായിട്ട് പറയുന്നുണ്ട്, എടാ എൻ്റെ മരുമകളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് വേറെ ആരെങ്കിലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാമെന്ന് നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അത് നടക്കില്ല, അങ്ങനെ എന്തെങ്കിലും
സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഈ അമ്മ ഇവിടെ ആടുന്നതായിരിക്കും നീ കാണുന്നത്. പലതവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യം. ഇപ്പോഴും ഞാൻ പറയുവാണ്, ഇത് ചുമ്മാ തമാശയ്ക്കൊന്നുമല്ല, ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ടേക്ക് ഒരുത്തിയെയും വിളിച്ചുകൊണ്ട് വരാനായിട്ട് പോകുന്നില്ല. അതിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോയവളെ ആണെങ്കിലും നന്ദു ആണെങ്കിലും ആരെയും കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും ജാനകി പറയുവാണ്, നീ കൂട്ടിക്കൊണ്ട് വരണ്ട, പക്ഷേ എൻ്റെ മരുമകളെ ഞാൻ കൂട്ടിക്കൊണ്ട് വരും എന്ന്. അത് കേട്ട് ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ അനി. അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. ഈ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ.